എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മോദി ഗവൺമെന്റ് രാജ്യത്തെ മതേതരത്തെയും ജനാധിപത്യത്തെയും തകർക്കുകയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ഇലക്ഷൻ കമ്മീഷനെയുമെല്ലാം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ഉപകരണങ്ങളാക്കി മാറ്റിയെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ മറ്റൊരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. മോദിയെയും BJPയെയും അധികാരത്തിൽ നിന്ന് തൂത്തെറിയാൻ എല്ലാ മതേതരത്വ ശക്തികളും ഒരുമിച്ച് നിൽക്കണമെന്നാണ് CPM ആഗ്രഹിക്കുന്നതെന്ന് യെച്ചൂരി പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി വട്ടപൂജ്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കള്ളപ്പണം, ഇലക്ടറൽ ബോണ്ട് തുടങ്ങിയ വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി BJPയിലേക്ക് ചേക്കേറുന്നു. ഇതിനു പിന്നിൽ പല പ്രലോഭനങ്ങളും ഉണ്ട്. ഇലക്ടറൽ ബോണ്ട് സ്വീകരിക്കാത്ത പാർട്ടിയാണ് CPM. കേന്ദ്രത്തിൽ കോൺഗ്രസ് പ്രധാനമന്ത്രി വരണമെന്നാണോ CPM ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച പാർട്ടി നേതൃത്വം നൽകണമെന്ന് യെച്ചൂരി പറഞ്ഞു. മമതാ ബാനർജിയെ പോലെയുള്ളവർ ഉൾക്കൊള്ളുന്ന കേന്ദ്ര മന്ത്രിസഭയെ CPM പിന്തുണയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മമത ഇപ്പോൾ ഈ നിലപാടിനൊപ്പമല്ല ഉള്ളത് എന്ന് യെച്ചൂരി പറഞ്ഞു. Well, we complain to Rahul saying that you can't control your own leaders. Every day people are joining BJP. So what is the question of criticizing Modi? Your leaders, members of your AICC, members of your CWC, they are joining BJP. A party who cannot stop their own leaders from joining the Modi's BJP. What credibility do they have to criticize saying that you are not criticizing so and so? First of all, control your own house. CPM or the left MPs who will get elected will not behave like their leaders who are most eager to move out of Congress and join the BJP. And today in your own Kerala, why should I name them? Because I know all of them personally also, whether it's Karunakaran's children or Anthony's children, but where are they going? If they're not in politics, it's a different matter. But if they're in politics, but they're going, so what is the meaning of that? So let us pool our, if they are interested in saving India today, let them not direct their fire here against the left. The most consistent defender of the secular democratic Republic of India is the left. Well, you see, for the Prime Minister of India to make such charges, this is what has become the new normal in India. You make wild charges, then send your ED and CBI to go and inquire, and then give big assertions saying that I will not tolerate corruption. You are the deity. You are the deity of the worst corruption that India has ever seen, which has been legalized. The presiding deity of legalized political corruption in India is Mr. Modi.